അതായത് 5 പാക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പാക്കറ്റ് ഫ്രീ. ഹായ് മാംഗോ കൊണ്ടുള്ള ഇതും നിങ്ങൾക്ക് തായ്ലൻഡിൽ വന്നാൽ മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ്. കിട്ടുവാൻ വായിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എൻ എക്സ്പ്ലോഷൻ. ഒരു വൃത്തിയായിട്ടൊരു മണം മൂക്കിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു ഫീൽ ആയിരുന്നു. ആൻഡ് അത് പംകിൻ ചിപ്സ് ആണ്. അതായത് വെറൈറ്റി കാര്യമാണ് ഈ ഇരിക്കുന്നത്. ഈ സ്കോച്ച് എന്ന് പറയുന്നത് ഇത് മറ്റേ സ്കോച്ച് അല്ല കേട്ടോ. ഇത് ആ കുപ്പി തിരിച്ചിവിടെ കൊണ്ടുവന്ന് നമുക്ക് ഈ ഒരു മെഷീനിൽ നിന്ന് അത് റീഫിൽ ചെയ്തുകൊണ്ട് പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. ഉള്ള പാക്കറ്റാണിത്. അത് 5 പാക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പാക്കറ്റ് ഫ്രീ. കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇത് സാനിറ്ററി നാപ്കിൻസിന്റെ സെക്ഷനാണ്. സാമ്പിൾ ഇതേപോലെ അവർ തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇതുവരെ കണ്ടിട്ടില്ല എന്താണ് ഇത്. അവര് ബിക്സിയുടെ ആഡ് ആണെന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്യുന്നത്. ഈ നിൽക്കുന്ന ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ബാങ്കോക്കിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് സ്റ്റോർ ആണ് കേട്ടോ. ഈ ഒരു കടയുടെ പേര് ബിക്സി എന്നാണ്. ആൻഡ് നിങ്ങൾ തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കാണണം കേട്ടോ. കാരണം നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ സ്നാക്സോ ഒക്കെ വളരെ ബഡ്ജറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ ഓഫർ പ്രൈസിൽ വാങ്ങാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് ഈ ബിക്സി എന്ന് പറയുന്നത്. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോസിൽ ഇവിടെയുള്ള 7-Eleven ഷോപ്സും ലോസൺ ഷോപ്പും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലേ. ഈ 7-Eleven ഷോപ്സിൽ നമുക്ക് എല്ലാ പ്രൊഡക്ട്സും വാങ്ങാനായിട്ട് കിട്ടും. പക്ഷെ അവിടെ കൂടുതലും ഇൻഡിവിജ്വൽ പാക്സ് അല്ലെങ്കിൽ ചെറിയ മിനി കോമ്പാക്ട് പാക്സ് ആണ് നമുക്ക് വാങ്ങാൻ കിട്ടുക. ആൻഡ് ബിക്സി ആയിട്ടുള്ള ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ ബിക്സിയിൽ നമുക്ക് ഇതിന്റെ എല്ലാം ഓഫർ പാക്സ് വാങ്ങാൻ കിട്ടും. അതായത് 3-4 പാക്കറ്റ്സ് പെയർഡ് ആയിട്ടൊക്കെ ആയിരിക്കും ഇവർ സെല് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെയുള്ള പാക്സിന് പ്രൈസിൽ നല്ല ഡിസ്കൗണ്ടും കാണും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി ഇവിടെ വന്നിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബിക്സി ഈസ് എ ബെറ്റർ ഓപ്ഷൻ ദാൻ 7-Eleven. ഓക്കെ, കാരണം നിങ്ങളിപ്പോ നാട്ടിലേക്ക് പോകുമ്പോൾ ഒരാൾക്ക് മാത്രമായിരിക്കില്ലല്ലോ അല്ലെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്, പലർക്കും കൊടുക്കണം. അപ്പൊ മൾട്ടിപ്പിൾ പാക്സ് എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ മൾട്ടിപ്പിൾ പാക്സ് എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബിക്സി ആണ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇവിടെ ഒരു ബിക്സി ഷോപ്പ് ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് അവിടുത്തെ വിഷ്വൽസ് ഫുള്ള് കാണിച്ചു തരാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഇടണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബിക്സിയിലേക്കാണ് നടക്കുന്നത്. ഇത് ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ബിൽഡിങ്ങിലാണ് ബിക്സി ഉള്ളത്. അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയാണ് കേട്ടോ. അവിടെ ബിക്സി മാത്രമല്ല, അവിടുത്തെ ഒരു 2 ഫ്ലോർ എന്തോ ബിക്സി ഉള്ളൂ. പിന്നെ ബാക്കി അതല്ലാതെ വേറെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ചെറിയ ചെറിയ ഷോപ്സും ഒക്കെ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആ ബിൽഡിങ്ങിന്റെ മുൻപിൽ എത്തിയിട്ടുണ്ടോ, കണ്ടോ അവിടെ ബിക്സിയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ KFC, സ്കെച്ചേഴ്സ്, MK അങ്ങനത്തെ ഇവിടെ ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തുള്ള ഷോപ്പിന്റെ എല്ലാം പരസ്യങ്ങളാണ് കേട്ടോ ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു എൻട്രൻസിൽ കൂടെ അകത്തേക്ക് കയറുവാണ്. ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് മൾട്ടിപ്പിൾ എൻട്രൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഞാൻ വന്ന വഴിയിലുള്ള ആ സൈഡിലുള്ള എൻട്രൻസിൽ കൂടെ അങ്ങ് കയറുവാണ് കേട്ടോ. ആൻഡ് ഇതിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരാൾ ലോട്ടറി സെല് ചെയ്യുന്നുണ്ട്. തായ് ലോട്ടറി ആണെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് എടുത്തിട്ട് വീഡിയോ പർപ്പസിന് വേണ്ടി എടുത്തു നോക്കാം കേട്ടോ. ഇതുവരെ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ കുറേ റെസ്റ്റോറൻറ്റ് ചെയിൻസ്, അതായത് ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കുറേ റെസ്റ്റോറൻറ്റ് ചെയിൻസ് ഉണ്ട്. MK, പെപ്പർ ലഞ്ച്, പിന്നെന്താ ഈറ്റമാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഔട്ട്ലെറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അല്ലാതെ ഫാസ്റ്റ് ഫുഡ് ചെയിനായിട്ട് KFC ഇതിനകത്തുണ്ട്. പിന്നെ ഇതൊന്നും അല്ല, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു ഔട്ട്ലെറ്റ്സ് കാണാം. അതായത് ഈ ഫോണിന്റെ കവേഴ്സ് സെല് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സെല് ചെയ്യുന്ന, ഈവൻ ബാറ്റയുടെ ഷോപ്പ് ഇതിനകത്തുണ്ട്. പിന്നെ അത് ഇങ്ങനത്തെ കുറേ ഇങ്ങനെ വാക്ക് ഇൻ വെൻഡേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇവർ ഡ്രസ്സൊക്കെയാണ് സെല് ചെയ്യുന്നത്. ആൻഡ് ഇത് നല്ല ചീപ്പായിട്ടാണ് കേട്ടോ ഇവർ സെല് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയുള്ള വാക്ക് ഇൻ വെൻഡേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഈ ഡ്രസ്സൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 150 to 250 അല്ലെങ്കിൽ 300 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഡ്രസ്സ് വാങ്ങാൻ പറ്റും. ആൻഡ് ഇങ്ങനെയുള്ള വെൻഡേഴ്സ് നമുക്ക് മേജർ ഷോപ്പിംഗ് മോൾസിലൊന്നും പോയാൽ കാണാൻ പറ്റില്ല. അത് ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വെൻഡേഴ്സിനെ കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഇവിടെ നമുക്ക് ബോയ്സിനും ഗേൾസിനും ഉള്ള ഡ്രസ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ബോയ്സിനാണെന്നുണ്ടെങ്കിൽ ഈ ജോഗേഴ്സ് പോലത്തെ മറ്റേ നൈലൻ മെറ്റീരിയലുള്ള ടീഷർട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ട്രൗസേഴ്സ്, ഷോർട്സ്, ഒരുപാട് ഓപ്ഷൻ കാണും. അതേപോലെ ഗേൾസിനാണെന്നുണ്ടെങ്കിൽ ഈ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടുന്ന ടോപ്സ്, അല്ലെങ്കിൽ ഈ ഫ്രോക്ക് മോഡലുള്ള ഡ്രസ്സസ്, അല്ലെങ്കിൽ സ്കേർട്സ് ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ച്, അതായത് 150 to 300 ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ആൻഡ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തന്നെയാണ്. അതായത് ഭയങ്കര അടിപൊളി ക്വാളിറ്റി എന്ന് ഒരിക്കലും പറയില്ല, പക്ഷേ മോശം ക്വാളിറ്റി അല്ല. അതായത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ സൂഡിയോ എന്നൊക്കെ ഡ്രസ്സ് വാങ്ങിക്കാറില്ലേ, സൂഡിയോ എന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സ് ഒരു സൂപ്പർ ക്വാളിറ്റി എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് ഒരു ആവറേജ് ക്വാളിറ്റി. അപ്പോൾ അതിനേക്കാൾ ഈ നൈലൻ മെറ്റീരിയൽ സാധനമൊക്കെ അതിനേക്കാൾ ആക്ച്വലി ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വാക്ക് ഇൻ വെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ പറ്റും. ആൻഡ് ഈ ലേഡീസിൻ്റെ ടോപ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഫാഷൻ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതായത് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ല, അതായത് ഈ കാണുന്നതൊക്കെ ഉണ്ട്, ഇതൊക്കെ നല്ല ഫാഷൻ ടോപ്സ് ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു പ്രൈസ്
പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. പിന്നുള്ളൊരു കാര്യം, ഈ പറഞ്ഞ വാക്ക് ഇൻ വെൻഡേഴ്സ്, ഇങ്ങനത്തെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സെൽ ചെയ്യുന്ന വെൻഡേഴ്സിനെ നമുക്ക് മേജർ ഷോപ്പിംഗ് മോൾസ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഒരുപാട് വരുന്ന ഏരിയയിലുള്ള ഷോപ്പിംഗ് മോൾസിലോ കോംപ്ലക്സിലോ ഒന്നും കാണാൻ പറ്റില്ല. ഇതെല്ലാം മാറി മാറിയുള്ള സ്ഥലങ്ങളിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു ബിഗ് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയതുകൊണ്ട്, അതായത് ഇവിടെ ടൂറിസ്റ്റ് നോർമലി വരാൻ ചാൻസ് കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതല്ലാതെ ഞാൻ നേരത്തെ ഫ്യൂച്ചർ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് മോൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഫ്യൂച്ചർ പാർക്കിലും ഇതേപോലെ ഒരുപാട് വാക്ക് ഇൻ വെൻഡേഴ്സ് ഉണ്ട്, എപ്പോൾ പോയാലും ഉണ്ട്. ആൻഡ് അവിടെയും നമുക്ക് ഇതേപോലെ ഡ്രസ്സും ആക്സസറീസും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫോൺ കവേഴ്സ് ഒക്കെ വാങ്ങാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള കുറച്ച് ആഡ് ഓൺ ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്ന് നോക്കാം. ബോയ്സിൻ്റെ ഇത് ഇവിടെയുള്ള ഡ്രസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്സ്, പിന്നെ ഈ ജോഗേഴ്സ് പോലത്തെ ടീഷർട്ട്സ്, പിന്നെ ഹവായി ഷർട്ട് ഇല്ലേ, പ്രിന്റഡ് ആയിട്ടുള്ള ഷർട്ട്സ്, ആ ഷർട്ട്സ്, ഈ 3 ഓപ്ഷൻസ് ഒക്കെ കാണാറുള്ളൂ. പിന്നെ പാൻസും ഉണ്ട്. പാൻസിന്റെ ഓപ്ഷൻസ് പക്ഷെ കുറവ്, ഒരുപാട് അങ്ങ് വെറൈറ്റി ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ ഗേൾസിന് ഈ ടോപ്സ് പോലത്തെ കാര്യങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ എന്തൊരു ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ടവൽസ് ഒക്കെ സെൽ ചെയ്യുന്ന വേറൊരു സ്റ്റോളാണ്. അവിടെയും പ്രൈസ് എഴുതി വെച്ചേക്കുന്നുണ്ട്. 100 തായ് ബാട്ട്, 200 തായ് ബാട്ട് ഒക്കെ ഉള്ളൂ. പക്ഷെ അത് പിടിച്ചു നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയാ, ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇനി ടൈം കളയുന്നില്ല, ഞാൻ നേരെ ബിഗ്സിയിലേക്കാണ് പോകുന്നത്. ബിഗ്സി മേളിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ മേളിലേക്ക് പോവാണ്. എന്നിട്ട് ബിഗ്സിയിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അവിടുത്തെ സ്നാക്സ് സെക്ഷൻ ആണ് കേട്ടോ. കാരണം അതാണ് ഒരു മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന ഒരു കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ ഒബ്വിയസ്ലി ഇപ്പോൾ തായ്ലൻഡിലേക്ക് ഒരാൾ ടൂറിസ്റ്റ് ആയിട്ട് വരുമ്പം തായ്ലൻഡിൽ യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കുമല്ലോ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ബിഗ്സിയിലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ട്രോളിയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ എടുക്കുന്നില്ല. കാരണം ഞാനിപ്പോൾ ഒരു ഷോപ്പിങ്ങിനായിട്ട് വന്നതല്ല കേട്ടോ, ഞാൻ ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടാണ് വന്നത്. പിന്നെ വീട്ടിലേക്ക് തക്കാളി, മല്ലിയില, അങ്ങനെ 1-2 സാധനം വേണം, അത് മാത്രമേ ഞാൻ വാങ്ങുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രോളിയൊന്നും എടുക്കുന്നില്ല, നേരെ അകത്തേക്ക് കയറുവാണ് കേട്ടോ. അപ്പോൾ ദേ ബിഗ്സിക്ക് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നത് ഇതൊരു ഫാർമസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ബിഗ്സിക്കകത്ത് ഫാർമസീസ് ഒക്കെ കാണും. സോ അങ്ങനെ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ദേ ഈ നേരെ കാണുന്നത് ഒരു ഒപ്റ്റിക്കൽ ഷോപ്പാണ്, അതായത് ബിഗ്സിയുടെ തന്നെ ഒപ്റ്റിക്കൽ ഷോപ്പാണ്. അപ്പോൾ ഇനി ഒപ്റ്റിക്കൽസ് എന്തെങ്കിലും ഒരു വാങ്ങേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ അതും ബിഗ്സിയിൽ ഉണ്ടാകും. അത് ഇവിടെ റീബാൻഡ് ഗ്ലാസ്സസ് ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇത് കയറി വരുമ്പോൾ തന്നെ പല സ്നാക്സ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഓഫർ പ്രൈസും ഒരു ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ദേ ഈ ഇരിക്കുന്നത് ഒരു പൊട്ടറ്റോ ചിപ്സ്, അതായത് ലേസ് പോലത്തെ ഒരു സംഭവമാണ്. ആൻഡ് അതിൻ്റെ പ്രൈസ് കാണിച്ചേക്കുന്നുണ്ട്. 3 പാക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 87 തായ് ബാട്ടേ ഉള്ളൂ. ആൻഡ് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ദേ ഈ കണ്ടോ, ഇത് ലേസ് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഇതിന്റെ ഫ്ലേവർ വെറൈറ്റി ആണ്, അതായത് മുട്ട, എഗ്, സോൾട്ടഡ് എഗിന്റെ ഫ്ലേവറിലുള്ളതാണ്. ആൻഡ് ഇത് 3 പാക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 87 തായ് ബാട്ടേ ഉള്ളൂ. പക്ഷെ ഇത് സിംഗിൾ ഇൻഡിവിജ്വൽ പാക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30 തായ് ബാട്ട് ആകും. സോ അതാണ് അവിടുത്തെ ആ ഒരു ഓഫർ എന്ന് പറയുന്നത്. ദേ അടുത്ത ഷെൽഫിൽ കോക്കോ മിൽക്ക് മാംഗോ എന്ന് പറഞ്ഞിട്ട് കോക്കനട്ട് മിൽക്കും മാംഗോയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്നാക്കിന്റെ ഓഫർ പാക്ക് ഇരിക്കുന്നുണ്ട്, കണ്ടോ. അതായത് 5 പാക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പാക്കറ്റ് ഫ്രീ. അങ്ങനെ ടോട്ടൽ 6 പാക്കറ്റ്സ് ഉള്ള ഒരു ഫാമിലി പാക്ക് ആണിത്. ആൻഡ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 775 തായ് ബാട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. അതേപോലെ തന്നെ ഡൂറിയൻ ആൻഡ് കോക്കനട്ട് മിൽക്കിന്റെ സ്നാക്കും ഇരിപ്പുണ്ട്. അതിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് 1195 തായ് ബാട്ടാണ് കേട്ടോ. 1195 എന്ന് പറഞ്ഞാൽ മോർ ദാൻ 3000 ഇന്ത്യൻ റുപ്പീസ് ആണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ്. പക്ഷേ തായ്ലൻഡിൽ വരുമ്പോൾ ഡൂറിയൻ റിലേറ്റഡ് അല്ലെങ്കിൽ മാംഗോ റിലേറ്റഡ് സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് ട്രൈ അല്ലെങ്കിൽ ഒരു മസ്റ്റ് ബൈ ഐറ്റം ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. അതേപോലെ തന്നെ വേണ്ട ഇവിടെ ഇരിക്കുന്നത് ഇത് ഡൂറിയൻ ആണ്, ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഡൂറിയൻ ആണ്. അപ്പോൾ അതിന്റെ 3 പാക്കറ്റ്സ് ക്ലബ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി പാക്ക് ആണ്. അതിനും 1000 സംതിങ് പ്രൈസ് ഉണ്ട്. പിന്നെ ഇത് തായ് മാംഗോ ഗമ്മി എന്ന് പറഞ്ഞിട്ട് തായ് മാംഗോ കൊണ്ടുള്ള ഒരു ഗമ്മി സ്നാക്ക് ആണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് പക്ക ഒരു മാംഗോ, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഐറ്റം ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തായ്ലൻഡിൽ വന്നാലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആൻഡ് തായ്ലൻഡിൽ വന്നിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വാങ്ങാനായിട്ടുള്ള നല്ല ഓപ്ഷൻ ബിഗ്സി തന്നെയാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഇൻഡിവിജ്വൽ പാക്സ് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. പക്ഷെ അവിടെ എല്ലാം അതിന് പ്രൈസ് ഇതിനേക്കാൾ കൂടുതലാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബൈ 5 ഗെറ്റ് 1 ഫ്രീ അങ്ങനത്തെ ഓഫർ പാക്സ് വാങ്ങാനായിട്ട് പറ്റും. ഇവിടെയും പ്രൈസ് കുറവെന്നല്ല, പക്ഷെങ്കിലും അറ്റ്ലീസ്റ്റ് ഓഫർ പാക്സ് നിങ്ങൾക്ക് കിട്ടും. ഇതേണ്ട ഈ ഇരിക്കുന്നുണ്ട് ഡൂറിയന്റെ വേറെ കുറെ സ്നാക്സ്. പിന്നെ ഇതേണ്ട മാംഗോസ്റ്റിൻ കൊണ്ടുള്ള ഒരു സ്നാക്ക് ഉണ്ട്. അതാണെങ്കിൽ ബൈ 3 ഗെറ്റ് 1 ഫ്രീ എന്ന് പറഞ്ഞിട്ട് 329 തായ് ബാട്ടിന് ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മാംഗോ അല്ലെങ്കിൽ ഡൂറിയൻ, മാംഗോസ്റ്റിൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ബിഗ്സിയിൽ ഇങ്ങനെ ഓഫർ പാക്സ് വാങ്ങാൻ കിട്ടും. പിന്നെ അത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ
ഈ മറ്റേ എന്താ പറയാ പല ഫ്ലേവേഴ്സിലുള്ള ക്രാക്കേഴ്സ് അല്ലെങ്കിൽ ചിപ്സ് പോലത്തെ കാര്യങ്ങളാണ്. ഇതും നിങ്ങൾക്ക് തായ്ലൻഡിൽ വന്നാൽ മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ബിഗ് സിയിൽ വന്നാൽ ഇങ്ങനത്തെ ഓഫർ പാക്സിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. ഇതേണ്ട ഈ അടുത്ത് ഇരിക്കുന്നുണ്ടോ ക്രിസ്പി സാമൺ സ്കിൻ, അതായത് സാമൺ ഫിഷിന്റെ സ്കിന്ന് ക്രിസ്പി ചിപ്സ് പോലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ദിസ് ഇസ് എ ഗ്രേറ്റ് ചോയ്സ്. അതിന്റെ എല്ലാം പ്രൈസ് പറയുന്നത് 300 350 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഈ ചിപ്സിന്റെ ഒക്കെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നടന്ന് എല്ലാ പ്രൊഡക്ട്സിന്റെയും വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇവിടെ നിന്നൊരു സ്റ്റാഫ് വന്നിട്ട് ഇതിന്റെ എല്ലാം സാമ്പിൾ എനിക്ക് കഴിക്കാനായിട്ട് തന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ തരുന്നത് ഡ്രൈഡ് മാംഗോയാണ്, അതായത് തായ് മാംഗോയുടെ ഡ്രൈഡ് ഫോം. ഇത് കഴിക്കുമ്പോൾ നല്ല സ്വീറ്റ് ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഡ്രൈഡ് ഡൂറിയൻ ഒക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ ബൈ 5 ഗെറ്റ് 1 ഫ്രീ, ബൈ 10 ഗെറ്റ് 2 ഫ്രീ എന്നൊക്കെ പറഞ്ഞ് 345 690 ആ റേഞ്ചിലൊക്കെയാണ്. അതായത് 1000 2000 അല്ലെങ്കിൽ 2500 3000 ആ ഒരു ഇന്ത്യൻ റുപ്പീസ് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് മൾട്ടിപ്പിൾ കുറെ പാക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ പലർക്കും നിങ്ങൾക്ക് ഇത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് സിയിലേക്ക് വരിക. ഇതിപ്പോൾ ഡ്രൈഡ് മാംഗോയാണ്. അതേപോലെ തന്നെ അവരെനിക്ക് ഡ്രൈഡ് ഡൂറിയൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നു കേട്ടോ. ആക്ച്വലി ഇവർ തന്ന സമയത്ത് ഞാനത് ഡൂറിയൻ ആയിരുന്നെന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു ഇതിൽ ഞാനത് ശ്രദ്ധിച്ചില്ല. ഡൂറിയൻ ആണെന്ന് ഞാനത് റെക്കഗ്നൈസ് ചെയ്തിരുന്നെങ്കിൽ ഞാനത് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ലായിരുന്നു, ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ഡൂറിയൻ. പെട്ടെന്ന് അവർ തന്നപ്പോൾ ഞാനത് എടുത്ത് വായിലേക്ക് ഇട്ടു. ആൻഡ് വായിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എൻ എക്സ്പ്ലോഷൻ. പെട്ടെന്ന് എന്താ പറയുക, ഒരു വൃത്തിയായിട്ടൊരു മണം മൂക്കിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു ഫീൽ ആയിരുന്നു. ആൻഡ് എൻ്റെ മുഖം പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി. ലൈക്ക് ഐ ജസ്റ്റ് ഫെൽ ലൈക്ക് വോമിറ്റിംഗ്. ആൻഡ് അവർക്ക് അത് കണ്ടപ്പോഴേ മനസ്സിലായി. അങ്ങനെ അവർ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു മാംഗോയുടെ സംഭവം എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് ഞാൻ പിന്നെ അതും തിന്നു. അത് തിന്നിട്ടാണ് ഒന്ന് ഓക്കെ ആയത്. കാരണം ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. വീഡിയോ എടുക്കുന്ന ആ ഒരു രീതിയിൽ ഞാനത് പെട്ടെന്ന് എടുത്തങ്ങ് കഴിച്ചു. ഞാൻ നോർമലി ഇത് ട്രൈ ചെയ്യാറില്ല. ഡൂറിയന്റെ ചിപ്സ് കഴിക്കാറുണ്ട്. ഡൂറിയന്റെ ചിപ്സ് നമ്മുടെ നാട്ടിലെ ഈ ചക്ക ചിപ്സ് പോലെ നല്ല ടേസ്റ്റ് ആണ്. പക്ഷേങ്കിൽ ഇങ്ങനത്തെ ഡ്രൈഡ് ഡൂറിയന് ആ ഒരു ഡൂറിയന്റെ ആ പഞ്ചന്റ് സ്മെല്ല് കാണും. സോ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഫർ പാക്സ് ആയിട്ട് ഇവിടെ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് അത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബിഗ് സിയിലേക്ക് വരിക. പിന്നെ ഈ ഡ്രൈഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം ഇത്തവണ നാട്ടിൽ പോയപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. കാരണം ഞങ്ങളിത് ഈ ഡ്രൈഡ് മാംഗോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അബിയുടെ അമ്മയ്ക്കൊന്നും അത് ഇഷ്ടമായിട്ടില്ലായിരുന്നു. അമ്മ പറയുന്നുണ്ടായിരുന്നു എന്താ ഉണക്കച്ചീനി പോലെ ഇരിക്കുന്നു എന്നൊക്കെ. സോ എല്ലാവർക്കും അത് ഇഷ്ടമാവണം എന്നില്ല. അപ്പൊ നിങ്ങൾ ഇനി വന്നിട്ട് പോകുമ്പം ഡ്രൈഡ് ഫ്രൂട്ട്സ് കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ കം ടു ബിഗ് സി. അത് ഈവൻ മാംഗോ മാത്രമല്ല, ഡൂറിയൻ ആണേലും ഇത് ഈ കാണുന്നുണ്ടോ ക്രിസ്പി തായ് കോക്കനട്ട് മിൽക്ക്, അതായത് കോക്കനട്ട് മിൽക്ക് തേങ്ങാപ്പാലിന്റെ ക്യാൻഡീസ് വരെ ഇങ്ങനെ നമുക്കിവിടെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പൊ ഇതെല്ലാം വെറൈറ്റി സ്നാക്സ് ആണ്. ആൻഡ് ഇതൊക്കെ നമുക്ക് തായ്ലൻഡിൽ മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും തായ്ലൻഡിൽ ഈ തേങ്ങ അല്ലെങ്കിൽ കോക്കനട്ട് അല്ലെങ്കിൽ കരിക്ക് എന്നൊക്കെ പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ തായ് മാംഗോസ്. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കുറേ സ്നാക്സ് ഇവിടെ നമുക്ക് ഇങ്ങനെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പൊ ഇതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് ബിഗ് സി ഈസ് എ ഗ്രേറ്റ് ചോയ്സ്. ഇവിടെ ബൈ 6 ഗെറ്റ് 6 ഫ്രീ എന്നൊക്കെ പറഞ്ഞ് 700 Thai baht. 700 Thai baht എന്ന് പറഞ്ഞാൽ നിയർ ടു 2000 ഇന്ത്യൻ റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ പ്രൈസ് വരിക. പിന്നെ അത് ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, കാഷ്നട്ട് കോട്ടഡ് വിത്ത് കോക്കനട്ട്. അപ്പൊ ഇതും ഒരു വെറൈറ്റി കാര്യമല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓഫർ പാക്സ് വാങ്ങാനായിട്ട് ബിഗ് സി തന്നെയാണ് ദ ബെസ്റ്റ് ചോയ്സ്. മാത്രമല്ല ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് നോക്കി വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും ബിഗ് സിയിലുണ്ട് കേട്ടോ. കാരണം ഇപ്പൊ കുറച്ച് നേരത്തെ ആ സ്റ്റാഫ് വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് അവർ കൈ തന്നായിരുന്നു ടേസ്റ്റ് നോക്കാനായി. പിന്നെ അതിനുശേഷം അവർ എന്നോട് പറഞ്ഞു എല്ലാത്തിന്റെയും സാമ്പിൾസ് ഇരിപ്പുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളാൻ അവർ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളും ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പേഴ്സണലി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. ഞാൻ ജസ്റ്റ് അവരാ തന്ന 2-3 സംഭവങ്ങൾ മാത്രമേ ടേസ്റ്റ് ചെയ്തുള്ളൂ. കാരണം ഞാനിത് വാങ്ങാനായിട്ട് വന്നതല്ലല്ലോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ജസ്റ്റ് ടേക്കിംഗ് വീഡിയോ എന്ന് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. അപ്പൊ അവരെന്നോട് പിന്നെയും ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് 2-3 ഞാൻ ടേസ്റ്റ് ചെയ്തു. പിന്നെ ഇത് ഇവിടെ ഈ ഇരിക്കുന്നത് കണ്ടോ, ഇതൊക്കെ നോൺ വെജ് ആയിട്ടുള്ള കുറെ സ്നാക്സ് ആണ്. അതായത് ഫിഷ് ബേസ്ഡ് ആയിട്ടുള്ളതും പോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ദേ ഇതിനോട് ചേർന്നിരിക്കുന്ന എഗെയിൻ മാംഗോ കൊണ്ടുള്ള എന്താണ് ഗമ്മീസ് പോലത്തെ കാര്യങ്ങളാണ്. ദേ കണ്ടോ, ബൈ 3 ഗെറ്റ് 3 ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് പാക്കറ്റ്സ് ഇരിപ്പുണ്ട്. ആൻഡ് ഈ ഒരു ഗമ്മിയുടെ ഷേപ്പ് തന്നെ മാംഗോയുടെ ഷേപ്പിലാണ്. ആൻഡ് പ്രൈസ് 500 Thai baht ആണെന്ന് പറഞ്ഞാൽ അറൌണ്ട് 1500 or 2000 ഇന്ത്യൻ റുപ്പീസ് കേട്ടോ. പിന്നെ അത് ഇവിടെ ഇരിക്കുന്നുണ്ടോ കോക്കനട്ട് ചിപ്സ് എന്ന് പറഞ്ഞിട്ട് ബൈ 4 ഗെറ്റ് 1 ഫ്രീ. അതിന്റെ പ്രൈസ് കുറവാണ്, 169 Thai baht ഉള്ളൂ. പിന്നെന്താ, ഈ ഇരിക്കുന്നതൊക്കെ ഫിഷ് ബേസ്ഡ് ആയിട്ടുള്ള സ്നാക്സ് ആണ് കണ്ടോ. അതും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ആ ഫിഷ് ബേസ്ഡ് ആയിട്ടുള്ള സ്നാക്സിന്റെയും സാമ്പിൾസ് വെച്ചിട്ടുണ്ട് കണ്ടോ. ഫിഷ് സ്കിൻ ഉണ്ട്. പിന്നെ ടോമിയം സൂപ്പ് തായ്ലൻഡിൽ ഫേമസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ ടോമിയം ഫ്ലേവറിലുള്ള ചിപ്സ് നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും.
പല ഫിഷിൻ്റെ ബേസിസിലുള്ള, അതായത് ഇപ്പോൾ സാമൺ, സ്ക്വിഡ്, അങ്ങനെ പല പല മീനിൻ്റെ ഫ്ലേവറിലുള്ള ചിപ്സ് വാങ്ങാൻ കിട്ടും. പിന്നെ അതേപോലെ പോർക്കിൻ്റെ സ്കിന്ന് അതേണ്ട ഈ ഇരിക്കുന്നുണ്ടോ, ഇത് പോർക്കിൻ്റെ ബേസിസിൽ, ഐ മീൻ പോർക്ക് യൂസ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ചിപ്സ് ഐറ്റമാണ്. അതിൻ്റെ പ്രൈസ് കണ്ടോ, 655 തായ്ബാട്ടാണ്. അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. അത് പോർക്കിൻ്റെ സ്കിൻ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത ചിപ്സ് പോലെ ഉണ്ട്. പിന്നെ അല്ലാതെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പോർക്കൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം. പിന്നെ ഇത് കണ്ടോ, കോട്ടഡ് കാഷ്നട്ട്സ് എന്ന് പറഞ്ഞിട്ട്, അത് കോട്ട് ചെയ്തേക്കുന്നത് മറ്റേ വസബി ഫ്ലേവറിലാണ്. വസബി ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടാവണമെന്നില്ല. അപ്പോൾ വസബി ഫ്ലേവർ ടേസ്റ്റ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് അത് വാങ്ങിക്കാം. അങ്ങനെ അങ്ങനെ പല പല വെറൈറ്റി കാര്യങ്ങൾ. ദേ ഈ ഇരിക്കുന്നുണ്ടോ, ടാരോ ചിപ്സ്. ടാരോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേനയാണ് കേട്ടോ. അപ്പോൾ ചേന കൊണ്ടുള്ള ചിപ്സ് ആണ് ഇത് ഈ ഒരു ബോക്സിനകത്തുള്ളത്. അപ്പോൾ ഇതെല്ലാം വെറൈറ്റി കാര്യങ്ങളല്ലേ, നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. ആൻഡ് ഇതൊക്കെ തായ്ലൻഡിലെ എന്താ പറയാ, യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ തായ്ലൻഡിൽ വരുമ്പോൾ വന്നിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നത് പംകിൻ ചിപ്സ് ആണ്. അതായത് മത്തങ്ങ കൊണ്ടുണ്ടാക്കിയ ചിപ്സ്. നമ്മൾ നാട്ടിൽ എപ്പോഴും കഴിക്കുന്ന പൊട്ടറ്റോ ചിപ്സ് അല്ലേ. സോ ഒരു വെറൈറ്റിക്ക് ചേന ചിപ്സോ മത്തങ്ങ ചിപ്സോ ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. അത് കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം അതിന് അത്യാവശ്യം പ്രൈസും കാണും. സോ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ അത് നേരത്തെ നമ്മൾ മാംഗോ ജെല്ലീസ് കണ്ട പോലെ കോക്കനട്ട് ജെല്ലീസ് കണ്ടോ. അപ്പോൾ അതിന്റെ പ്രൈസ് ഒരു സിംഗിൾ പാക്കറ്റിന് 79 തായ്ബാട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചുമ്മാ ജസ്റ്റ് ട്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിംഗിൾ പാക്കറ്റ്സ് വാങ്ങിക്കാം. അത് മാംഗോയുടെ ഉണ്ട്, കോക്കനട്ടിന്റെ ഉണ്ട്, ഡൂറിയന്റെ ഉണ്ട്, പിന്നെ ഈ ഫ്രീസ് ഡ്രൈഡ് ആയിട്ടുള്ള മാംഗോസ്റ്റിനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതേപോലെ ഇവിടെ മോസ്കിറ്റോ റെപ്പലൻറ്റ് സ്പ്രേ ആണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഇത് നിങ്ങൾ ഇവിടെ ട്രിപ്പിന് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും. കാരണം ഇപ്പോൾ ഈ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മോസ്കിറ്റോസ് ഒക്കെ കാണും. സോ ഇത് അലർജിക് ആയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എനിക്ക് ഇടയ്ക്ക് ഏതൊരു ഫോളോവർ, ഐ മീൻ സബ്സ്ക്രൈബർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് എവിടെയോ വിസിറ്റിന് പോയതിന് ശേഷം കാലിൽ ഫുൾ ഇങ്ങനെ പിമ്പിൾസ് പോലെ റെഡ് മാർക്സ് ഫുൾ വന്നു. അത് റെപ്പലന്റ് യൂസ് ചെയ്തായിരുന്നു എന്നിട്ടും വന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ള അലർജിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇത് കണ്ടോ, മാംഗോയുടെ അഗെയിൻ മാംഗോയുടെ വേറൊരു രൂപത്തിലുള്ള ഒരു ടോഫി. സോ മാംഗോയുടെ തന്നെ പലതരത്തിലുള്ള ഗമ്മീസ് അല്ലെങ്കിൽ ടോഫീസ് നമുക്കിവിടെ വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ മറ്റേ നമ്മൾ പൊരിയുണ്ടാന്നൊക്കെ പറയില്ല, അതേപോലെയൊക്കെ ഇരിക്കുന്നുണ്ട് സാധനം. ഇത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാനിതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് കാണിച്ചങ്ങ് പോകാം കേട്ടോ. ഇത് കണ്ടോ, റൈസ് ക്രാക്കർ വിത്ത് ഷ്രിംപ് ഫ്ലോസ്. അതായത് നമ്മുടെ ചെമ്മീൻ്റെ ഫ്ലേവറിലുള്ള റൈസ് ക്രാക്കേഴ്സ് ആണ്, ചിപ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ വെറൈറ്റി കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഈ ഒരു ബിഗ് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. അതായത് 7-Eleven ഇല്ലാത്ത ഒരുപാട് വെറൈറ്റി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. അതേപോലെ ഇതെല്ലാം ഫിഷ് കൊണ്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. എന്തൊക്കെയോ മീനിൻ്റെ എന്തൊക്കെയോ ഭാഗങ്ങളാണ്, ഈവൻ മീനിൻ്റെ മുള്ള് വരെ ഉണ്ട് കേട്ടോ അവർ വെച്ചേക്കുന്നത്. അതേപോലെ ഈ ഇരിക്കുന്നത് സ്ക്വിഡ് ആണ്, കൂന്തലില്ലേ, അത് ബട്ടർ ബേക്ഡ് ആയിട്ടുള്ള സ്ക്വിഡ് ആണ് ഈ റെഡ് പാക്കറ്റ് ഇരിക്കുന്നത്. പിന്നെ അത് ഇരിക്കുന്ന എല്ലാം, ഈ കാണുന്ന എല്ലാം തന്നെ ഫിഷ് ബേസ്ഡ് അല്ലെങ്കിൽ നോൺ വെജ് സ്നാക്സ് ആണ്. അപ്പം ഇത് ഒരു എന്താ പറയുക വെറൈറ്റി ഓപ്ഷൻ ആണ് ബിഗ് പിന്നെ അതേണ്ട സാമൻ്റെ സ്കിന്ന് അഗൈൻ സോൾട്ടഡ് എഗ് ഫ്ലേവറിലുള്ളത്. അങ്ങനെ പല ഫ്ലേവേഴ്സിലുള്ള സാമൻ ഫിഷിൻ്റെ സ്കിന്ന് മാത്രം തന്നെ പല ഫ്ലേവേഴ്സിൽ ചിപ്സ് ആയിട്ട് സെല് ചെയ്യുന്നുണ്ട്. ടോമിയം ഫ്ലേവറിലുണ്ട്, എഗ് ഫ്ലേവറിലുണ്ട്, പിന്നെന്താ അങ്ങനെ പല പല ഫ്ലേവേഴ്സിലുണ്ട്. പിന്നെ ഇപ്പുറത്ത് പിന്നെയും മാംഗോ ആൻഡ് ഡൂറിയൻ, നമ്മൾ നേരത്തെ കണ്ട സെയിം സാധനമാണ്. അടുത്തത് ഇവിടെ ഇരിക്കുന്നുണ്ട് ജാസ്മിൻ ടീ, ലാവൻഡർ ടീ. അതായത് നമ്മുടെ മുല്ലപ്പൂക്ക് ഉണക്കി വെച്ചേക്കുന്നത്, അതേപോലെ ലാവൻഡർ ഉണക്കിയത്, റോസ് ടീ. അപ്പോൾ ഇങ്ങനത്തെ ടീ, ഈ ഫ്ലേവേഴ്സിലുള്ള ടീ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും തായ്ലൻഡിൽ നമുക്ക് ഈ ജാസ്മിൻ റൈസും, കാരണം ഇവിടുത്തെ ആൾക്കാർ സ്റ്റിക്കി റൈസും ജാസ്മിൻ റൈസും ഒക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടീയുടെ ഫ്ലേവേഴ്സും നമുക്ക് ഇതേപോലെ ജാസ്മിനും ലാവൻഡറും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ താല്പര്യം ഉണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. അതേപോലെ ഇത് കണ്ടോ, ഇത് കാഷ്നട്ട്സ് ആണ്, ടോമിയം സൂപ്പിന്റെ ഫ്ലേവറിലുള്ള കാഷ്നട്ട്സ്. അപ്പോൾ അതും ഒരു വെറൈറ്റി കാഷ്നട്ട്സ് ആണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ എപ്പോഴും സോൾട്ടഡ് അല്ലെങ്കിൽ റോസ്റ്റഡ് അല്ലെങ്കിൽ പ്ലെയിൻ കാഷ്നട്ട്സ് ഒക്കെ അല്ലേ കാണാറുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ഉണ്ട്. പിന്നെ ഇത് ഇരിക്കുന്നുണ്ടോ, ഡൂറിയന്റെ ക്യാൻഡീസ് ആണ്. ഡ്യൂറിയന്റെ മാംഗോയുടെ ഉണ്ട്, അങ്ങനത്തെ സ്മോൾ ക്യാൻഡീസ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് അഗൈൻ ഫിഷ് ബേസ്ഡ് ആയിട്ടുള്ള വേറൊരു സ്നാക്കാണ്. ഇതെന്താന്നുള്ളത് ഞാൻ പേഴ്സണലി ട്രൈ ചെയ്തിട്ടില്ല കറക്റ്റ് പറയാനായിട്ട്. പക്ഷേ ഇത് ഭയങ്കര കോമൺ ആയിട്ട് നമ്മളിവിടെ കാണുന്നൊരു സംഭവമാണ്. അതായത് 7-Eleven ഇത് നമ്മൾ ഒരുപാട് കാണാറുണ്ട്, ബെൻറ്റോ സ്നാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റി സ്നാക്സ് കേട്ടോ.
അടുത്തൊരു വെറൈറ്റി കാര്യമാണ് ഈ ഇരിക്കുന്നത്. ഈ സ്കോച്ച് എന്ന് പറയുന്നത്. ഇത് മറ്റേ സ്കോച്ച് അല്ല ട്ടോ. ഇതെന്താന്ന് പറഞ്ഞാല്, ഇത് മറ്റേ ബേർഡ് നെസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഹെൽത്തിന് ഭയങ്കര ബെനഫിഷ്യൽ അല്ലെങ്കിൽ ഭയങ്കര നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. ഞാനിത് പേഴ്സണലി കഴിച്ചു നോക്കിയിട്ടില്ല. സോ എന്താന്ന് അറിയത്തില്ല. പക്ഷെ ഇത് കിളിക്കൂടിന്ന് ആൻഡ് അതിനവര് ഉണ്ടാക്കുന്ന എന്തോ പ്രത്യേകിച്ച് ഒരു ലോക്കൊക്കെ സംഭവമാണിത്. ചെയ്തേക്കുന്നുണ്ട്. കാരണം അത് എക്സ്പെൻസീവ് ആണ്. ആൻഡ് ഇവിടെ അത് നല്ല ഡിമാൻഡുള്ള ഒരു കാര്യം ആണ്. പിന്നെ ദേ ഇവിടെ ഇരിക്കുന്ന എല്ലാം കോഫി പൗഡേഴ്സ് ഒക്കെയാണ്. അത് പല ഫ്ലേവേഴ്സ്. ഇതൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കിട്ടുമല്ലേ. ഇപ്പോൾ നെസ്കഫേയുടെ തന്നെ കാപ്പിച്ചിനോ ഫ്ലേവർ, ലാറ്റെ ഫ്ലേവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പല ഫ്ലേവേഴ്സ് നെസ്കഫെ മാത്രമല്ല വേറെയൊക്കെ ഉണ്ട്. പിന്നെ ദേ ഈ ഇരിക്കുന്ന ഉണ്ടായിട്ടിരിക്കുന്ന സാധനം ഇത് ബാത്ത് ബോംബാണ് കേട്ടോ. അതായത് നമ്മൾ ഈ എന്താ പറയുക ബാത്ത് ടബില് ബബിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. മണമുള്ള സാധനം. നല്ല മണമാണ് കേട്ടോ. ഇതെല്ലാം നല്ല നല്ല മണമുണ്ട്. അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ല മണമാണ്. അപ്പൊ ഇങ്ങനത്തെ ബാത്ത് ബോംബ്സ് ഒക്കെ ഇതൊക്കെ വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇത് ഈ ഇരിക്കുന്നതൊക്കെ സോപ്പാണ് കേട്ടോ. പഴത്തിന്റെ ഷേപ്പില്, മാംഗോസ്റ്റിൻ ഫ്രൂട്ടിന്റെ ഷേപ്പിൽ, അങ്ങനെ പല ഫ്രൂട്ട്സിന്റെ ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം സോപ്പാണ്. അതേപോലെ തന്നെ കുട്ടിയാന, ഇത് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. എൻ്റെ ടുക് ടുക്കിന്റെ ഷേപ്പിലുള്ള സോപ്പ്, കുട്ടി ആനയുടെ ഷേപ്പിലുള്ള സോപ്പ്, അല്ലെങ്കിൽ മാങ്ങയുടെ ഷേപ്പിലുള്ള സോപ്പ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ. അതിന്റെ ഓഫർ എഴുതിയിരിക്കുന്നത് ബൈ 5 ഗെറ്റ് 1 ഫ്രീ എന്നാണ് കേട്ടോ. ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 99 ബാട്ടാണ്. അത് 5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഫ്രീ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വേണ്ട ക്രീംസ്, ഫേസ് ക്രീംസ്, വാസലിന്റെ മറ്റേ ഗ്ലൂട്ടാഹയ അങ്ങനത്തെ ക്രീംസ്. അത് വാസലിൻ എന്നല്ല, എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. നമ്മുടെ നാട്ടിലില്ലാത്ത വേറെ കുറെ ബ്രാൻഡ്സ് ഉണ്ട്. അതായത് ഈ ജാപ്പനീസ് ബ്രാൻഡ്സും ഒക്കെ നമുക്ക് ബിഗ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഒരുപാട് നമുക്കിവിടെ കിട്ടും. പിന്നെ ഇതൊരു ഹൈപ്പർ മാർക്കറ്റ് സ്റ്റോർ ആണ്. അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വാങ്ങാനായിട്ട് കിട്ടും. ഞാനിപ്പോൾ ആദ്യം ഈ സ്നാക്സ് സെക്ഷൻ എടുത്ത് കാണിക്കാൻ കാരണം ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് അതായിരിക്കും വേണ്ടത് അല്ലേ. നിങ്ങൾ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ പച്ചക്കറി ആയിരിക്കില്ല വാങ്ങിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ടോയ്ലറ്ററീസോ അല്ലെങ്കിൽ കിച്ചൺ പ്ലേറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇനി ചോക്ലേറ്റ് സെക്ഷൻ, ബാക്കി വീട്ടിലേക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ ഉണ്ട്. അതെല്ലാം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇനി അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഓർഗനൈസ് ചെയ്തേക്കുന്നത് ലോണ്ടറി ഡിറ്റർജൻസും ഫാബ്രിക് സോഫ്റ്റ്നേഴ്സ് ഒക്കെയാണ്. ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും യൂസ്ഫുൾ അല്ലേ. അതായത് നമ്മൾ ഈ വാഷിംഗ് ലിക്വിഡ്, ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് ഈ ഡിറ്റർജന്റ് ഒക്കെ വാങ്ങാനായിട്ട് ഇവിടെ തന്നെയാണ് വരാറ്. കാരണം ഓഫർ പാക്സ് കിട്ടും. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെയാണ് വാങ്ങിക്കാറുള്ളത്. അതുകൊണ്ട് ഇവിടെ കണ്ടോ ബൈ 1 ഗെറ്റ് 1 എന്നൊക്കെ പറഞ്ഞ ഓഫേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതും പല ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ ഈ കാണുന്നുണ്ട്, ഇത് റീഫിൽ സ്റ്റേഷൻ ആണ്. അതായത് നമ്മൾ ഈ ഹൈജീനിന്റെ ഒരു ലോണ്ടറി ഡിറ്റർജന്റ് നേരത്തെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുപ്പി തിരിച്ചിവിടെ കൊണ്ടുവന്ന് നമുക്ക് ഈ ഒരു മെഷീനിൽ നിന്ന് അത് റീഫിൽ ചെയ്തുകൊണ്ട് പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇത്. അപ്പൊ ഈ ഒരു സംഭവം, ഈ ഹൈജീനിന്റെ ഈ ഒരു ഡിറ്റർജന്റ് നമ്മൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചു വന്ന് ഇവിടെ ബിക്സിന്ന് ഇങ്ങനെ റീഫിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ അത് ഈ കാണുന്ന എല്ലാം പല പല ബ്രാൻഡിലുള്ള ലോണ്ടറി ഡിറ്റർജൻസ് ആണ്. പല പല ബ്രാൻഡ്സും അതിനെല്ലാം ഓഫേഴ്സും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഇരിക്കുന്ന പാക്കറ്റിനൊക്കെ ജസ്റ്റ് 89 ബാട്ടേ ഉള്ളൂ കേട്ടോ. അത് ബൈ 1 ഗെറ്റ് 1 ഉണ്ട്. ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീയും ഉണ്ട്. സോ അങ്ങനെ ഭയങ്കര ചീപ്പാണ്. പിന്നെന്താ, ഇതേണ്ട ഈ ഇരിക്കുന്നതൊക്കെ നമ്മുടെ മറ്റേ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആണ്. പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത്. അതിനും ഓഫർ ഉണ്ട്. പിന്നെ അത് ഇരിക്കുന്നുണ്ട് സ്പഞ്ചസ് ആണ്. അതും പല തരത്തിലുള്ള സ്പഞ്ച് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഈവൻ നമുക്ക് പോലും നേരത്തെ അറിയത്തില്ലായിരുന്നു. അതായത് ഈ ഓരോ കളറിലുള്ള സ്പോഞ്ചും ഓരോ പേർപ്പസിന് വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം ഒരേപോലെ അല്ല. അതായത് സോഫ്റ്റ്, ഇപ്പം നോൺ സ്റ്റിക് പാൻ യൂസ് ചെയ്യുന്ന സ്പോഞ്ച് ഒന്നാണ്. അതെല്ലാം ഹാർഡ് ആയിട്ടുള്ള വെസൽസിൽ യൂസ് ചെയ്യേണ്ട സ്പോഞ്ച് ഒന്നാണ്. അങ്ങനെ പല തരത്തിലുള്ള സ്പോഞ്ചാണ് ഈ പല കളറിൽ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും എന്താന്നുള്ളത്. അപ്പോ ഇതും ഒരു ഞങ്ങള് ഈ ഇടയ്ക്കാണ് ഇത് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. ആൻഡ് എനിക്ക് ഉറപ്പാണ് ഇത് പലർക്കും ഇത് അറിയത്തില്ലായിരിക്കും. അപ്പോ ഇത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അതേപോലുള്ള സ്ക്രബും മറ്റേ സ്റ്റീൽ വൂള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും എല്ലാം ഓഫ്. ഇങ്ങനെ ഈ റാക്കിൽ ഇങ്ങനെ അവർ ഈ നമ്മൾ വാക്കിനായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ റാക്സിൽ ഓർഗനൈസ് ചെയ്തേക്കുന്ന എല്ലാം ഓഫർ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. പിന്നെ ഓഫർ ഇല്ലാത്ത കാര്യങ്ങളാണ് നോർമൽ ഷെൽഫ്സിൽ അവർ കീപ്പ് ചെയ്തേക്കുന്നത്. പിന്നൊരു കാര്യം, ഈ ഇരിക്കുന്ന ഡിറ്റർജൻസിന് എന്റെ എല്ലാത്തിന്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ കുഞ്ഞു ബോട്ടിൽസിൽ സാമ്പിൾസ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ സെന്റ് എന്താന്നുള്ളത് ആക്ച്വലി നമുക്ക് മണത്ത് നോക്കി തന്നെ സാധനം വാങ്ങിക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ സ്നാക്സിന്റെ സെക്ഷനിൽ ടേസ്റ്റ് ചെയ്ത് വാങ്ങുന്ന പോലെ ഈ ഡിറ്റർജന്റ് സാധനങ്ങൾക്ക് എല്ലാം അവർ സാമ്പിൾസ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് മണത്ത് നോക്കി നമുക്ക് ഇഷ്ടമായാൽ മാത്രം നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതേ ലേസും അതേപോലത്തെ കുറെ ചിപ്സിന്റെ ഒക്കെ ഓഫർ പാക്സ് ഒക്കെ കിടപ്പുണ്ട്. പക്ഷെ ഇതൊക്കെ കൊണ്ടുപോകുന്നത് പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ല. കാരണം നാട്ടിലെത്തുമ്പോഴേക്ക് ഇതെല്ലാം പപ്പട പോലെ പൊടിയും.
അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ നല്ല ഓപ്ഷനാണ്. അതായത് ഇങ്ങനത്തെ ബൾക്ക് പാക്സിൽ നമുക്ക് ചിപ്സ് ഒക്കെ വാങ്ങാനായിട്ട് പറ്റും. നേരത്തെ ആ സ്കോച്ച് ലോക്ക് ചെയ്തിരുന്ന പോലെ എൻഷ്യൂർ ഇത് മറ്റേ ഫോർമുല മിൽക്ക് ആണ്, അതും ലോക്ക് ചെയ്തേക്കുന്നുണ്ടോ. ബേസിക്കലി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് അവരിങ്ങനെ ലോക്ക് ചെയ്തേക്കുന്നത്. കാരണം ഇനി എങ്ങനെ ആരെങ്കിലും അടിച്ചോണ്ട് പോയാലും അവിടെ എല്ലാം ബി പി ചെയ്യണം എന്നുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ ദേ ഇവിടുത്തെ ബ്രാൻഡിലുള്ള ബേബി ഡയപ്പേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ, ബൈ ടു എന്തോ ഓഫറൊക്കെ ഉണ്ട്. അതിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം കറക്റ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ. ആം, ഇവിടുത്തെ ബ്രാൻഡ്സ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലുള്ളതേണ്ടേ മാമി പോക്കോ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനും ഒരുപാട് ഓഫേഴ്സ് വേണ്ടേ. ഡയപ്പർ വാങ്ങുമ്പോൾ മറ്റേ ബേബിയുടെ മാറ്റ്, മറ്റേ പിള്ളേർ മുട്ടയിൽ ഇഴയാനായിട്ടുള്ള ഒരു മാറ്റ് ഉണ്ടല്ലോ, ഞാൻ എന്താ കറക്റ്റ് പറയുന്നത് ഞാൻ മറന്നുപോയി. ആ മാറ്റ് ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടോ ആ സ്കോച്ചിന്റെ ചെറിയ ചെറിയ കുപ്പി ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആയിട്ട് വെച്ചേക്കുന്നുണ്ടോ. കാരണം ഇത് ആൾക്കാർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ചോക്ലേറ്റ്സും സ്നാക്സും ഒക്കെ ഇങ്ങനെ ഹാമ്പേഴ്സ് ആയിട്ട് ലുലുലൊക്കെ ഇരിക്കുന്ന കാണാറില്ലേ, അതേപോലെ ഈ സ്കോച്ചിന്റെ ആ സാധനം ഇവിടെ ആൾക്കാർ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അത് ആൾക്കാർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുമുണ്ട്. കാരണം അത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് അത് എക്സ്പെൻസീവും ആണ് കേട്ടോ. പിന്നെ അതേ വെള്ളമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം വെള്ളം വാങ്ങിച്ചാണ് ഇവിടെ യൂസ് ചെയ്യാറുള്ളത്. ഞങ്ങളും വെള്ളം വാങ്ങിച്ചാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ ടാപ്പിൽ വരുന്ന വെള്ളം ഹാർഡ് വാട്ടർ ആണ്, അത് കഴിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇതേപോലുള്ള ബോട്ടിൽസ് വാങ്ങുക, അല്ലെങ്കിൽ മറ്റേ വലിയ ക്യാൻ വാങ്ങുക. അപ്പോൾ ഞങ്ങളൊക്കെ അത് ഇങ്ങനെ ബോട്ടിൽസ് ആണ് വാങ്ങാറുള്ളത് കേട്ടോ. അതിപ്പോൾ കുക്കിംഗ് പർപ്പസിനാണേലും ഡ്രിങ്കിങ്ങിനാണേലും എല്ലാത്തിനും വെള്ളം വാങ്ങി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചോക്ലേറ്റ്സിന്റെ ഒക്കെ ഓഫർ പാക്സ് ഇരിക്കുന്നുണ്ടോ. ഇതിന്റെ കിറ്റ്കാറ്റിന്റെ ഒക്കെ ഓഫർ പാക്ക് ഉണ്ട്. അത് പോപ്മാർട്ടിന്റെ എന്തോ ഒരു പീസും അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ. ഡിമോയുടെ എന്തോ ഒരു ബാഗാന്ന് തോന്നുന്നു, പടമുള്ള ഒരു ബാഗാണ്. അപ്പൊ അത് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഇവിടെ പോപ്മാർട്ടിന് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. പോപ്മാർട്ട് ഫാൻസ് ഇവിടെ പോപ്മാർട്ട് ഒരു ഭ്രാന്തുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. കാരണം പോപ്മാർട്ട് ഷോപ്പിന്റെ ഒക്കെ ഫ്രണ്ടിൽ പോയാൽ ഭയങ്കര ക്യൂ ആണ്. ഈവൻ നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ വാങ്ങിക്കാം. പിന്നെ ഇതിന്റെ പ്രിങ്കിൾസിന്റെ ഒക്കെ ഓഫർ പാക്സ് ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ നോർമലി എല്ലായിടത്തും കാണുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ആൽക്കഹോളിക് പ്രൊഡക്ട്സ് ആണ്, അതായത് വൈൻസ് ഒക്കെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടഡ് സാധനങ്ങളാണ് കേട്ടോ. അതായത് ഇവിടെ അവർ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇതേ കണ്ടോ, ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ് എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുറേ വൈൻസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വൈൻസ് മാത്രമല്ല, അപ്പുറത്തെ ഷെൽഫിൽ സ്നാക്സ്, അതായത് ചോക്ലേറ്റ്സ്, പിന്നെ സ്നാക്സ്, സോസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, സീവീഡ് കൊണ്ടുള്ള സ്നാക്സ്. ഇതൊക്കെ ചെറിയ പാക്കറ്റിന് 39 Thai ബാട്ടൊക്കെ ഉള്ളൂ, ഭയങ്കര ചീപ്പാണ്. അപ്പോൾ സീവീഡൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് നിങ്ങൾക്ക് ബിക്സിയിൽ നിന്ന് വാങ്ങാനായിട്ട് പറ്റും. സീവീഡായിട്ട് മാത്രം വാങ്ങാൻ കിട്ടും. പിന്നെ സീവീഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്നാക്സ് വാങ്ങാൻ കിട്ടും. പിന്നെ വേണ്ട കാഷ്നട്ട്സ്, പല പംകിൻ സീഡ്സ്, അങ്ങനത്തെ പല പല സീഡ്സ്, നട്ട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടും. ഇതേണ്ട വസാബി കോട്ടഡ് ഗ്രീൻ പീസ്, അതായത് നമ്മുടെ വസാബി ഫ്ലേവർ പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പം അങ്ങനത്തെ ഫ്ലേവറിലുള്ള ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറേ വെറൈറ്റി സ്നാക്സ് ആണ്. ആൻഡ് ഈ കാണുന്ന സ്നാക്സിലൊരു മോർ ദാൻ 50% അത് തായ്ലൻഡിൽ മാത്രം കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് പോകുമ്പം അത് കൊണ്ടുപോവുക. അത് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കഴിക്കുമെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ നോക്കുക. പിന്നെ വേണ്ട കിറ്റ്കാറ്റിന്റെ ചാത്തനാന്ന് തോന്നുന്നു. വേണ്ടേ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് കിറ്റ്കാറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് കണ്ടോ. അതിന്റെ മുകളിൽ കിറ്റ്കാറ്റും ഇരിപ്പുണ്ട്. ആൻഡ് ഇവിടെ കണ്ടോ, കിറ്റ്കാറ്റിന് തന്നെ നമുക്ക് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. സ്ട്രോബെറി ഫ്ലേവർ കിറ്റ്കാറ്റ് ഉണ്ട്. പിന്നെ ഇത് ഗ്രീൻ ടീ ഫ്ലേവർ, ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഗ്രീൻ കളറിൽ ഇരിക്കുന്ന പാക്കറ്റ് ഗ്രീൻ ടീ ഫ്ലേവറിലുള്ള കിറ്റ്കാറ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഫ്ലേവേഴ്സും ഒക്കെ ഉണ്ട് കിറ്റ്കാറ്റിന് ഇവിടെ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സാധാരണ എല്ലായിടത്തും ഉള്ള പോലെ ഫെയർ റോഷറും മറ്റേ ഡയറി മിൽക്കും ടോബ്ലറോണും അങ്ങനത്തെ എല്ലാ ബ്രാൻഡിലുള്ള ചോക്ലേറ്റ്സും ഉണ്ട്. അതിൽ ചിലതിനൊക്കെ ഓഫേഴ്സും കാണും. അപ്പം നിങ്ങൾക്ക് ഇനി ജസ്റ്റ് ചോക്ലേറ്റ്സ് മാത്രം വാങ്ങണമെന്നുണ്ടെങ്കിലും ബിക്സിയിൽ വരാം. ദാറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. കാരണം നിങ്ങൾ ഇനിയിപ്പോൾ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 3 ഇരട്ടി പ്രൈസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. സോ നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ് ടു പർച്ചേസ് ഫ്രം ഡ്യൂട്ടി ഫ്രീ. അതിപ്പോൾ ചോക്ലേറ്റ്സ് ആണെങ്കിലും ഞാനിപ്പോൾ നേരത്തെ കാണിച്ച മറ്റേ ഡ്രൈഡ് മാംഗോ ഒക്കെ ആണെങ്കിലും അതൊക്കെ ഇവിടെ തായ്ലൻഡ് എയർപോർട്ടിൽ ഈവൻ അതും വാങ്ങാൻ കിട്ടും. പക്ഷെ അതിന്റെ പ്രൈസ് 3 ടൈംസ് ആയിരിക്കും. സോ ഡ്യൂട്ടി ഫ്രീ എന്ന് വാങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ, അതായത് പെർട്ടിക്കുലർലി ബിക്സിയോ അല്ലെങ്കിൽ 7-Eleven പോലുള്ള സ്ഥലങ്ങളിൽ പോയി വാങ്ങാനായിട്ട് നോക്കുക. അതാണ് ബെറ്റർ. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം ചിപ്സ് ആണ്, പൊട്ടറ്റോ ചിപ്സ്. അതായത് ലേസിന്റെ തന്നെ പല 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 ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി പല ഫ്ലേവേഴ്സിലുള്ള, നമ്മുടെ നാട്ടിലില്ലാത്ത പല ഫ്ലേവേഴ്സ്, നോൺ വെജ് ഫ്ലേവേഴ്സിലുള്ള ലേസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് വാങ്ങിക്കാം ട്രൈ ചെയ്യാനായിട്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് സിംഗിൾ പാക്കറ്റ് ആയിട്ട് 7-Eleven കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 7-Eleven ആണ് അടുത്തുള്ളതെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിക്കുക.
പിന്നെ അതുണ്ട് ചീറ്റോസ്, അങ്ങനത്തെ ചിപ്സ് ഐറ്റംസ് ഒക്കെയാണ് ഈ ഇരിക്കുന്നത്. അതേപോലെ ഇവിടെ ഒരു റാക്കിൽ കണ്ടോ, അഗൈൻ കിറ്റ്കാറ്റ് ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ട്. അതായത് മറ്റേ 20 പീസുള്ള പാക്കറ്റാണിത്. അത് 5 പാക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഫ്രീ ഉണ്ട്. അങ്ങനത്തെ ഓഫേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇത് സാനിറ്ററി നാപ്കിൻസിന്റെ സെക്ഷനാണ്. ആൻഡ് ഇവിടെ നമുക്ക് ഈ സാനിറ്ററി നാപ്കിൻസിന്റെ സാമ്പിൾ ഇതേപോലെ അവർ തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഓരോ പ്രൊഡക്റ്റും എന്താന്നുള്ളത് ഒരു സാമ്പിൾ പീസ് അവർ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്കത് കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും. അതേപോലെ മെറ്റേണിറ്റി ഡയപ്പേഴ്സ്, അഡൽട്ട് ഡയപ്പേഴ്സ് എല്ലാം തന്നെ അവരിങ്ങനെ ഓരോ സാമ്പിളും ഇട്ടിട്ടുണ്ടായിരിക്കും. ഈ കിടക്കുന്ന എല്ലാം സാമ്പിൾ പാക്സ് ആണ്. അപ്പോൾ നമുക്കത് കണ്ട് തന്നെ വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ഇവിടെ ഫുഡ് ഐറ്റംസിന് മാത്രമല്ല ഈ സാമ്പിൾസ് കാണിക്കുന്നത്, ഒരുവിധപ്പെട്ട എല്ലാ പ്രൊഡക്ട്സിനും സാമ്പിൾസ് അവർ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് കണ്ട് തന്നെ അത് വാങ്ങിക്കാം. ഈ കിടക്കുന്നതൊക്കെ മറ്റേ അഡൽട്ട് ഡയപ്പേഴ്സ് ഒക്കെയാണ് കേട്ടോ. അടുത്ത് ഞാൻ ഈ നിൽക്കുന്നത് കോസ്മെറ്റിക് സെക്ഷനിലാണ്. ഇവിടെ ഒരുപാട് മറ്റേ ബോഡി ലോഷൻസും ഷാംപൂ, കണ്ടീഷണർ, പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെയാണ്. അത് പല 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 ബ്രാൻഡ്സ് ഉണ്ട്. എടുത്ത് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ വീഡിയോ കാണിക്കാനും മാത്രമുള്ള സാധനങ്ങളുണ്ട്. സോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി കോസ്മെറ്റിക് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിലും അത് ബിഗ് അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലുള്ള പല ബ്രാൻഡ്സും ഉണ്ട്. ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട്, അതായത് ഈ ജാപ്പനീസ്, കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് മാസ്കുകൾ, ക്രീംസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ബിഗ് കിട്ടും. അത് നമുക്ക് ഈവൻ 7-Elevenലും കുറേയൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ബിഗ് കിട്ടും കേട്ടോ. ഇവിടെയും കുറേ തായ് സോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഇരിക്കുന്നതെല്ലാം പല കോക്കനട്ട് ഫ്ലേവർ, ടേമറിക് ഫ്ലേവറിലൊക്കെയുള്ള തായ് സോപ്സ് ഒക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഇത് കണ്ടു, ഇത് നാച്ചുറൽ ഡിയോഡറൻ്റ് ആണ്. അതായത് എന്തോ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടുണ്ടാക്കുന്ന ഡിയോഡറൻസ്. ഇതും ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അടുത്ത ഇനി പോകുമ്പം മറ്റേ ഫ്രോസൺ, അതായത് ഫുഡ് സെക്ഷൻ, അതായത് ഇത് ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് ഇനി കാണിക്കുന്നതെല്ലാം. അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രോസൺ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ മറ്റേ മീറ്റ് ആൻഡ് ഡയറി പ്രൊഡക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 സാധനങ്ങൾ എടുക്കാനുണ്ട്. അതൊന്ന് എടുക്കട്ടെ. സാധനം എടുത്തിട്ട് വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു ഷൂട്ടിംഗ് നടക്കുകയാണ് കേട്ടോ. അതായത് ബിഗ് ബേക്കറി സെക്ഷനിൽ വലിയ എന്തൊരു ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതാണ്. ഇതവര് ബിഗ് ആഡാന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്യുന്നത്. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്തോ ടെലിവിഷൻ ചാനലിന്റെ ടീഷർട്ട്സ് ഒക്കെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ ആ ബേക്കറിയിൽ ഒരു ലേഡി ഇങ്ങനെ നടക്കുന്നു. അവരുടെ പുറകെ ഒരാൾ ഇങ്ങനെ ഗിറ്റാറുമായിട്ട് പാട്ടും പ്ലേ ചെയ്ത് നടക്കുന്നു. അങ്ങനത്തെ എന്തോ ഒരു ആഡാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ആഡ് ഞാൻ ഓൺലൈനിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കിയായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇത് എവിടെയാണ് അവർ ഇട്ടേക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്താണേലും എനിക്ക് ബ്രെഡ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതൊന്ന് കഴിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ബില്ലിംഗ് കൗണ്ടറിൽ എത്തി. അപ്പോൾ ബിഗ് കുറേ നിങ്ങൾ ടൂറിസ്റ്റുകൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കുറച്ച് പോർഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അതേ ബിഗ് ഫ്രണ്ടിൽ ഇവിടെ ഒരു ഗോൾഡ് ജ്വല്ലറി ഷോപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി സപ്പോസ് ജ്വല്ലറി വല്ലതും വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ അതേപോലെ ഒരു കാര്യം, ബിഗ് നമ്മൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ക്ലോത്ത്സ്, ഡ്രസ്സൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സിന്റെ സെക്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.